അധ്യാപകരും വിദ്യാർത്ഥികളൊക്കെ വരുമ്പോൾ ആക്ച്വലി എല്ലാവരും കാണുന്നത് വൃത്തിയായി കിടക്കുന്ന ഒരു നിങ്ങൾ കാണുന്നില്ല, പക്ഷെ അതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളുടെ സാറന്മാരും അതിന് ഞങ്ങളുടെ കൂടെ തന്നെ ഞങ്ങളുടെ സാറന്മാരും ഉണ്ട്. അവർ നല്ല പ്രോത്സാഹനം ഞങ്ങൾക്ക് തരുന്നുണ്ട്. അവർ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഇവിടെയുള്ളവരാണിവർ. പുലർച്ചെ 5 മണി മുതൽ തുടങ്ങുന്ന അധ്വാനം മത്സരങ്ങളെല്ലാം കഴിയും വരെ അത് നീളും. അത് രാവിലെ ഇവിടുത്തെ 5 മണി വന്ന് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് പിന്നെ പോകുന്നത്. 5 മണി തൊട്ട് എപ്പോൾ വരെയാണ് ഷിഫ്റ്റും കാര്യങ്ങളും? വൃത്തിയാവുന്നത് വരെ. ഇവിടെ എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം ഞങ്ങൾ ഓരോരോ റൂട്ടുകളിൽ പോകത്തുള്ളൂ. കലോത്സവമൊക്കെ കുട്ടികളെയൊക്കെ കാണുമ്പോൾ എന്തൊക്കെയാണ് തോന്നുന്നത്? കുട്ടികളെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ജോലിയുടെ ആ ഒരു ഭാഗം കൊണ്ട് നമ്മൾ രാവിലെ ഇവിടെ ഒതുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങ് പോവുകയില്ലേ. പിന്നെ നമ്മുടെ റൂട്ടുകളിൽ പോകുമ്പോഴത്തേക്ക് പിള്ളേരുടെ പരിപാടിയൊന്നും കാണാൻ പറ്റുന്നില്ല. ഓരോ മത്സരങ്ങളും കലോത്സവത്തിന് മാറ്റുകൂട്ടുമ്പോൾ അതിനൊപ്പം വേദികളുടെ ഭംഗിയും വൃത്തിയും പരിപാലിക്കുന്നവരാണ് ശുചീകരണ തൊഴിലാളികൾ. നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, തൊഴിലുറപ്പ് പ്രവർത്തകർ എന്നീ ചേർന്ന് ഇങ്ങനെ 3 തരത്തിലുള്ള ജീവനക്കാരും കൂടെ ചേർന്നുള്ള ഒരു മാസ് ക്ലീനിങ്ങാണ് നമ്മളിവിടെ നടത്തി വരുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഒരു 4:30-5 മണിയായപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം രാവിലെ ഒരു ടീം വർക്ക് ചെയ്തു വരുന്നുണ്ട്. അതിനുശേഷം ഹരിതകർമ്മ സേനാംഗങ്ങൾ ഇപ്പം ഒരു ഷിഫ്റ്റ് ഉച്ചയ്ക്ക് 1 മണിക്ക് കഴിയും. അതിനുശേഷം വീണ്ടും 3 ഷിഫ്റ്റായിട്ടുണ്ട്. രാത്രി ഈ പരിപാടികൾ തീർന്നവരെയും നമ്മൾ ശുചീകരണ തൊഴിലാളികൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നഗരസഭ ആരോഗ്യ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട മേയറുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആണ് എല്ലാ വേദികളിലും ആവശ്യത്തിനനുസരിച്ച് ശുചീകരണ തൊഴിലാളികളെ ഡിപ്ലോയ് ചെയ്യുകയും യഥാസമയം വീഴുന്ന വേസ്റ്റുകൾ നീക്കം ചെയ്യുന്നതിനുള്ള ഒരു നടപടികളാണ് നമ്മൾ സ്വീകരിച്ചു വരുന്നത്. പ്ലാസ്റ്റിക് വേസ്റ്റുകൾ എത്രത്തിലാണ്? കൂടുതലാണോ? അല്ല, ഇപ്പോൾ കൂടുതലാണ്. പ്ലാസ്റ്റിക് നമ്മളിവിടെ നിന്ന് കളക്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക് സെഗ്രിഗേറ്റ് ചെയ്ത് നമ്മുടെ MCFകളിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് പ്രോസസ്സിങ്ങിന് ഹരിതകർമ്മസേനയുടെ പ്രോസസ്സിങ് ചെയ്ത് നമ്മൾ ഹരിതകർമ്മസേന വഴി അല്ലെങ്കിൽ ക്ലീൻ കേരള കമ്പനി കൈമാറുന്ന ഒരു നടപടികളാണ് സ്വീകരിക്കുന്നത്. ചെയ്യുന്ന ജോലിയിൽ പൂർണ്ണ തൃപ്തരാണിവർ. സന്തോഷത്തോടെ ജോലി ചെയ്യാൻ കഴിയുന്നുവെന്നേ ഇവർക്ക് പറയാനുള്ളൂ. ഞങ്ങൾ രാവിലെ 7 മണിക്ക് ഇവിടെ എത്തും. ഞങ്ങൾ ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ മൊത്തം ക്ലീനാക്കി. ഇതാണ് ഞങ്ങളെ ഏൽപ്പിച്ച ജോലി. ഞങ്ങൾക്ക് 10 ജോലി, ഞങ്ങൾക്ക് 5-6 ജോലി തന്നതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമേറും. രാവിലെ ഞങ്ങൾ വരുമ്പോൾ നല്ല രീതിയിൽ ജോലി ശരിക്കും ഉണ്ട് ജോലി. എന്നാലും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല. നല്ല ഇതായിട്ടാണ് ഞങ്ങൾക്ക് വളരെ സന്തോഷം. ഈ ജോലി കിട്ടിയത് പോലും ഞങ്ങൾക്ക് വളരെ സന്തോഷമായിട്ട്. കലോത്സവത്തിനെ പറ്റി പറയുമ്പോഴും സന്തോഷം മാത്രം. മുമ്പ് നമ്മൾ എങ്ങനെ ആയിരുന്നോ, ഇപ്പോൾ അതിനേക്കായി ഒരുപാട് കാര്യങ്ങളിപ്പം നമുക്ക് കാണാനും കേൾക്കാനും നമ്മുടെ ഈ സാഹചര്യത്തിൽ ഈ പ്രായത്തിൽ നമുക്ക് കാണാൻ പറ്റിയില്ല. അതൊരു വലിയ സന്തോഷമാണ്. ഇനി അടുത്ത 15 വർഷം കഴിയുമ്പോൾ നമ്മളുണ്ടോയെന്ന് വരെ നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈ പരിപാടി വന്നപ്പോഴത്തേക്കും നമുക്കാണ് കൂടുതലും സന്തോഷം. എന്ന് വെച്ചാൽ നമ്മുടെ ഈ കൊല്ലം ടൗണിൽ ഇത് വന്നപ്പോഴത്തേക്കും നമുക്ക് എന്ത് വേണമെന്നറിയാൻ വയ്യ. അവരെ കൂടുതൽ കാണാനും അവരെക്കായിട്ട് പരിചയപ്പെടാനും ഒക്കെ സാധിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. കൊല്ലത്ത് 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം തകൃതിയായിട്ട് അങ്ങ് കൊട്ടിക്കേറുകയാണ്. രാവിലെ എത്തുന്ന അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും മുൻപേ ഇവിടെ എത്തി കലോത്സവത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു കൂട്ടം ശുചീകരണ തൊഴിലാളികളാണ് നമുക്ക് പുറകിലുള്ളത്. മത്സരീനങ്ങളിൽ പങ്കെടുക്കാതെ തന്നെ അവർക്ക് A ഗ്രേഡ് ഉറപ്പാണ്. ക്യാമറ പേഴ്സൺ ബിനോജിനൊപ്പം അരുണിമ പ്രദീപ്, കൈരളി ന്യൂസ്.